സാംസ്കാരിക നഗരിയിൽ കലയുടെ മഹോത്സവത്തിന് നാളെ കൊടിയേറ്റം. കലോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 14 മുതൽ 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കൗമാര കലാമേളയുടെ ഉദ്ഘാടനം 14 രാവിലെ 10 മണിക്ക് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും സാംസ്കാരിക നഗരത്തിലാണ് ഇത്തരമൊരു കലാവിരുന്ന് ഒരുങ്ങാൻ പോകുന്നത്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ലിജിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശക്തന്റെ തട്ടകം സുസജ്ജമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് പുറകിൽ ഇപ്പോൾ കാണാൻ പറ്റും, ഈ പ്രധാന വേദിയാണ്. അതിൻ്റെ പ്രധാന പണികളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ആ മുൻവശത്ത് നമ്മുടെ ഒരു സ്കൂൾ കലോത്സവത്തിനെ അനുസ്മരിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ ശക്തന്റെ തട്ടകത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പതിച്ച ഒരു ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കലയുടെ ഒരു മാമാങ്കം, അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ അവിടെ പതിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 64ാമത് സ്കൂൾ കലോത്സവമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കലയുടെയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഈ കുട്ടികളുടെ ഒരു കഴിവിനെ പരിപോഷിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു ടാബ്ലോ രൂപം അല്ലെങ്കിൽ ഒരു നിശ്ചല രൂപം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിരവധി ആർട്ടിസ്റ്റുകൾ മണിക്കൂറുകളോളം ഇത്തരത്തിൽ പണിയെടുത്താണ് ഇത്തരത്തിലുള്ള രൂപങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഈ ഒരു കലോത്സവത്തോടനുബന്ധിച്ച് സ്ഥിരം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. എന്തായാലും കഴിഞ്ഞ കലോത്സവത്തെക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളെല്ലാം ഇവിടെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. നിരവധി ആളുകൾ ഇപ്പോഴും ഇതിൻ്റെ പണിപ്പുരയിലുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇത് പൂർണ്ണമായും ഈ ഒരു പണി തീരും. അതിനുശേഷം നാളെയാണ് നമ്മുടെ കലാമാമാങ്കം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഉണ്ട്. ചേട്ടനാണോ ഇതിൻ്റെ ഈ ആർട്ട് വർക്കിന് പുറകിൽ? പേരെന്താണ്? എൻ്റെ പേര് യദുകൃഷ്ണൻ. ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ശില്പകലാ അധ്യാപകനായിട്ട് ജസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എന്താണ് ഈ ഒരു വർഷത്തെ ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് പറയും. ഇത് ഇവിടുത്തെ ഇപ്പോൾ റിസപ്ഷൻ കമ്മിറ്റി തന്നിട്ടുള്ള ഒരു അസൈൻമെൻ്റ് ആണ്. നമുക്ക് കൊടിമരം എന്നതിൽ വിട്ടിട്ട് അതൊരു ശില്പ രൂപത്തിലേക്കൊക്കെ അതിനെ കൊണ്ടുവരണം. അതിൽ മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസൊക്കെ വേണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഫോമും ഡീറ്റെയിൽസൊക്കെയാണ് ഇത്. മാത്രമല്ല ഈ തൃശ്ശൂരാവുന്നതുകൊണ്ട് ചില ഈ പൂരവുമായി ബന്ധപ്പെട്ട ചില അങ്ങനെയുള്ള ആർട്ട് കൂടി അതിൽ നമ്മൾ തൃശ്ശൂരാകുമ്പോൾ സ്വാഭാവികമായിട്ട് പൂരം ഉണ്ടാവും, ആനയുണ്ടാവും. അപ്പോൾ ഒരു ആനയുടെ ഒരു നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആനയുടെ ഒരു സൈഡ് വ്യൂ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 6 ബ്രഷും കൂടി ചേർന്നിട്ട് ഒരു 4 എന്ന് പറഞ്ഞ നമ്പർ ആവുന്നുണ്ട്. നമ്പർ 6 നമ്മൾ ഒരു വീണയുടെ ഒരു രീതിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മേളിൽ നിന്ന് ട്രിപ്പിൾ ക്ലിഫ് എന്ന് പറഞ്ഞിട്ട് ജി ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് സിമ്പലുണ്ട്. അത് താഴേക്ക് വരുമ്പോൾ ഒരു പാലറ്റ് ആവുന്നുണ്ട്, ആനയുടെ തുമ്പിക്കൈ ആവുന്നുണ്ട്. 64 ചെലങ്കമണികൾ 64 കലകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. 64 കലോത്സവത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 64 ചെലങ്കമണികളുണ്ട്. അങ്ങനെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വായിച്ചെടുക്കുക. എങ്ങനെയൊക്കെ ഒരു കലാകാരൻ എങ്ങനെയൊക്കെ അത് വായിച്ചെടുക്കാം, അങ്ങനെയൊക്കെ അല്ലേ? ആവണമെന്നില്ല, ആർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു 64ാമത് കലോത്സവത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഈ കലാകാരന്മാരുടെ വർക്ക് അവരെ വളരെയധികം പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഇനി അധികം സമയമില്ല. ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഇത് പൂർണ്ണമാവും. ഇന്ന് മറ്റ് ഒരുപാട് പരിപാടികളുണ്ട്. 8 മണിക്ക് കുട്ടികളുടെ അക്കോമഡേഷൻ സെൻ്ററുകളുടെ സന്ദർശനം ഉണ്ടാവും മന്ത്രിയുടെ നേതൃത്വത്തിൽ. 9 മണിക്ക് ഫുഡ് കമ്മിറ്റിയുടെ കലവറ നിറയ്ക്കലുണ്ട്. 9:15 രജിസ്ട്രേഷന്റെ ഉദ്ഘാടനമാണ്. 10 മണിക്ക് പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേജ് മാനേജറുമായുള്ള പരിശീലനം ഉണ്ടാകും. 11:30 മീഡിയ സെന്റർ ഉദ്ഘാടനം. 12 മണിക്ക് ആദ്യ ബാച്ചിന്റെ സ്വീകരണം ഉണ്ടാവും. 1 മണിക്ക് അക്കോമഡേഷൻ സെന്ററിൽ കുട്ടികൾക്ക് സ്വീകരണം ഉണ്ടാവും. 2 മണിക്കാണ് ഭക്ഷണ പന്തലിന്റെ പാല് കാച്ചുണ്ടാവുക. ഇത്തവണയും പഴയടമാണ് ഈ ഒരു കലോത്സവത്തിനുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണം ഒരുക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഒരു കലയരങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തൃശ്ശൂരിന്റെ തട്ടകം, ശക്തന്റെ തട്ടകം അതിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ലിജി. എന്തായാലും സാംസ്കാരിക നഗരിയിലാണ് കലോത്സവം നാളെ കൊടിയേറുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിർവഹിക്കുക. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഹരീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്.